ഹായ്, ഞാൻ സുജിത രതീഷ്. എല്ലാവരും സുഖമായിരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വളരെ ഡെലീഷ്യസ് ആൻഡ് ജ്യൂസി ആയിട്ടുള്ള ഒരു പാൻ ഗ്രിൽഡ് ചിക്കനാണ്. അപ്പോൾ ഈ ചിക്കൻ തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പം ഗ്രിൽഡ് ചിക്കൻ തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു 3 ചിക്കൻ ബ്രസ്റ്റ് എടുത്തിട്ടുണ്ട്. ഇതൊരു 340 ഗ്രാം വെയിറ്റ് വരും കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ആവശ്യമായ മസാല തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാനിവിടെ ഒരു ചെറിയ ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. കാശ്മീരി ചില്ലി ഉപയോഗിക്കുകയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ ഇതിലേക്ക് നമുക്ക് ഒരു 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, അതോടൊപ്പം തന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/4 ടേബിൾ സ്പൂൺ ജീരകം പൊടിച്ചത്, വറുത്ത് പൊടിച്ച ജീരകമായാലും കുഴപ്പമില്ല, ഒരു 1/4 ടേബിൾ സ്പൂൺ ഗരം മസാല, ഒരു 1/4 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി എരിവിനനുസരിച്ച് ചേർത്തോളൂ കേട്ടോ. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ തൈര് എന്നിവ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്തോളൂ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഉപ്പ് അമിതമായിട്ട് ചേർക്കണ്ട. നമുക്ക് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് ടേസ്റ്റ് നോക്കിയിട്ട് വീണ്ടും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ്, അതോടൊപ്പം തന്നെ 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ എന്നിവ ചേർക്കാം. എന്നിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് നമുക്കിതിലേക്ക് ഒരു 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഒരു 1.5 ടേബിൾ സ്പൂൺ മല്ലിയില ചോപ്പ് ചെയ്തെടുത്തതാണ്. ഇതും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഈ മസാല നമുക്ക് നേരത്തെ കഴുകി തുടച്ചു വെച്ചിരിക്കുന്ന ചിക്കൻ ബ്രസ്റ്റിൽ അപ്ലൈ ചെയ്യാം. ചിക്കൻ കഴുകി എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, അതിലൊട്ടും വെള്ളം ഉണ്ടാവരുത് കേട്ടോ. ഇതൊരു കിച്ചൺ ടവൽ കൊണ്ടെങ്ങാനും തുടച്ചെടുത്താൽ മതി. ഇനി ഈ മസാല കൈകൊണ്ട് നന്നായിട്ട് ചിക്കനിലൊന്ന് തിരുമ്മി പിടിപ്പിക്കാം. അതിനുശേഷം ഇത് അടച്ചു വെച്ച് ഫ്രിഡ്ജിൽ 2 മണിക്കൂർ മുതൽ 4 മണിക്കൂർ വരെ വെക്കാം. അതിനുശേഷം ഒരു പാൻ ചൂടാക്കിയിട്ട് നമുക്കിത് ഗ്രില്ല് ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്ക് പാനാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പാൻ ചൂടാകുമ്പോൾ നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഒരുപാട് ഓയിലൊന്നും വേണ്ട, കുറച്ച് മതി. നിങ്ങളുടെ കയ്യിൽ ഗ്രിഡിൽ പാനോ കാസ്റ്റ് അയൺ പാനോ ഉണ്ടെങ്കിൽ നല്ലത് അതാണ്. ഓയിൽ അത്യാവശ്യം ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ചിക്കൻ ബ്രസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. തീ ഒരു മീഡിയം ഹൈ ഫ്ലെയിമിൽ വെക്കണം കേട്ടോ. അതിനുശേഷം ഇത് ഓരോ വശവും ഒരു 5 മിനിറ്റ് വീതം നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ഇടയ്ക്ക് ചിക്കൻ നീക്കി കൊടുക്കുകയോ മറിച്ചിടാൻ ശ്രമിക്കുകയോ ഒന്നും വേണ്ട. ബിക്കോസ് അത് പാനിൽ സ്റ്റിക്കാവും. നമ്മൾ ഫ്ലിപ്പ് ചെയ്യുന്ന സമയത്ത് പാനിലൊട്ടും സ്റ്റിക്ക് ചെയ്യാത്ത പരുവത്തിൽ വേണം ഇത് കിട്ടാൻ. അപ്പോൾ 5 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇത് ചിക്കൻ്റെ ബ്രസ്റ്റ് തന്നെ വേണമെന്നൊന്നുമില്ല, ലെഗോ തൈയോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് പാർട്ട് വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഈ ചിക്കൻ ഒന്ന് ഫ്ലിപ്പ് ചെയ്തിട്ട് കൊടുക്കുകയാണ് കേട്ടോ. കണ്ടില്ലേ, മസാലയൊക്കെ ചിക്കനിൽ നന്നായിട്ട് കോട്ടായിട്ടുണ്ട്. ഇനി വീണ്ടും മറുവശം കൂടി 5 മിനിറ്റ് ഒന്ന് ഫ്രൈ ചെയ്തതിന് ശേഷം നമുക്കിത് വീണ്ടും തിരിച്ചിട്ടിട്ട് മീഡിയം ഫ്ലെയിമിൽ ഇരുവശവും ഒരു 2-3 മിനിറ്റ് കൂടി കുക്ക് ചെയ്തെടുക്കാം. ഓവറായിട്ട് കുക്കായി കഴിഞ്ഞാൽ ഈ ചിക്കൻ ബ്രസ്റ്റ് ഭയങ്കര റബ്ബർ പോലെ ഇരിക്കും, ചൂവി ആയിരിക്കും. അപ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഇതാ നമ്മുടെ ചിക്കൻ ബ്രസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്ത് ഇതൊരു 5 മിനിറ്റ് മാറ്റി വെച്ചിട്ട് കട്ട് ചെയ്ത് സെർവ് ചെയ്യാം. സാലഡിൻ്റെ കൂടെയോ റൈസിൻ്റെ കൂടെയോ ഇനി ഒരു ഫില്ലിംഗ് ആയിട്ടോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്കിത് കഴിക്കാം. അപ്പോൾ വീണ്ടും ഒരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ബൈ.